പലർക്കുമുള്ള ഒരു സംശയമാണ്, ഒരു ഹെവി വാഹനം, ഉദാഹരണത്തിന് ഒരു 48 ടൺ ഭാരം വരുന്ന ഒരു 16 വീല് ടോറസ് ലോറി ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച ഒരു പേവിംഗ് ഏരിയയിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ലോഡ് സ്പ്ലിറ്റായി പോകുന്നത് എന്നുള്ളത്. 16 വീലുകളുള്ള ഒരു ലോറിയെ സംബന്ധിച്ചിടത്തോളം 48 ടൺ എന്ന് പറയുന്നത് 16 വീലിലേക്കും ഈക്വലായി സ്പ്ലിറ്റായി പോകുമെന്നുള്ളതാണ് കാൽക്കുലേഷൻ. അതായത് ഒരു വീലിൽ 3 ടൺ വരെ വീതം, അതായത് 3000 കിലോ വീതം സ്പ്ലിറ്റായി പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല സംഭവിക്കുക. കാരണം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ബെൻഡ് വരുന്ന, ടേണിങ് വരുന്ന സ്ഥലത്ത് പ്രഷർ കൂടും, അണീവൻ സർഫേസിൽ പ്രഷർ കൂടും, റിയർ വീലുകളിലേക്ക് പ്രഷർ കൂടും, അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വീലിൽ 5 ടണ്ണാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ ഒരു വീലിൻ്റെ ലോഡ് പോയിന്റ് എന്ന് പറയുന്നത്, അഥവാ കല്ലുമായി കണക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 300 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 300 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് 7 ഇഞ്ച് സ്ക്വയർ വരുന്ന അത്രയും ഏരിയയിലാണ് സാധാരണഗതിയിൽ ഒരു ലോറിയുടെ ടയർ ടച്ചാവുന്ന ഭാഗം. നമ്മുടെ ഒരു 5 ടൺ, നമ്മൾ 5000 kg 5 ടൺ ഭാരം ഒരു ടയറിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 16 kg ആണ്. 300 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയിലാണ്, അഥവാ 7 ഇഞ്ച് സ്ക്വയറിലാണ് ഈ ടയറിൻ്റെ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 16 kg ആണ്. ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഭാരം താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിന് 250 MPa ആണ്. 250 MPa. ഒരു MPa എന്ന് പറഞ്ഞാൽ 10 kg ആണ്. 10 kg ആണ്. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ 250 MPa എന്ന് പറയുമ്പോൾ 2550 kg ആണ് ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ബാംഗ്ലൂർ സ്റ്റോണിന് ഭാരം താങ്ങാനുള്ള ശേഷിയുള്ളത്. നമ്മുടെ വാഹനം കയറുമ്പോൾ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ 300 സ്ക്വയർ സെൻറ്റിമീറ്ററിലെ ഏരിയയിലേക്കാണ് 5 ടൺ വരുന്നത്. ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിലേക്ക് ആകെ വരുന്നത് 16 kg മാത്രമാണ്. 16 kg മാത്രമാണ് ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ. ഒരു സെൻറ്റിമീറ്റർ വരുന്ന ചെറിയൊരു പോർഷനായ സ്ക്വയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു വാഹനം 48 ടൺ വാഹനം കയറുമ്പോൾ വരുന്ന ലോഡ്, ടയറിൻ്റെ ഭാഗത്ത് വരുന്ന ലോഡ്. പക്ഷേ ഗ്രാനൈറ്റിന് ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ ഭാരം താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത് 2550 കിലോയാണ്. അപ്പോൾ ഏകദേശം 160 ഇരട്ടി കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ് ഗ്രാനൈറ്റിന്. പക്ഷേ എത്ര കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഗ്രാനൈറ്റിന് നാം ലേ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബേസ് പ്രോപ്പർ അല്ലെങ്കിൽ, കൃത്യമായി കോമ്പാക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയും അതിൻ്റെ മുകളിൽ കൃത്യമായി 2 ഇഞ്ച് കനത്തിലും മെറ്റലും ഇട്ടിട്ടില്ലെങ്കിൽ, മെറ്റലും ഇടാതെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ലേ ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായി പ്രോപ്പർ പാക്കിംഗ് ഇല്ലാതെ, കൃത്യമായി പ്രോപ്പർ എയർ ഗ്യാപ്പുകൾ ഇല്ലാതെ വിരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ബീമായിട്ട് ബിഹേവ് ചെയ്യും. ബാംഗ്ലൂർ സ്റ്റോൺ ഒരു ബീമായിട്ട് ബിഹേവ് ചെയ്യുകയും ലോഡ് കയറുമ്പോൾ ബെൻഡായി കൊടുക്കുകയും അങ്ങനെ അത് ക്രാക്ക് വന്ന് ബ്രേക്കേജ് വരികയും ചെയ്യും. അതുകൊണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഒരിക്കലും ഒരു 48 ടൺ വാഹനം കയറിയാലൊന്നും ബ്രേക്കേജ് ആവുകയില്ല. കാരണം ഒരു 48 ടണ്ണിൻ്റെ വാഹനത്തിൻ്റെ 16 വീലുകളിൽ ഒരു വീലിൽ വരുന്ന വെയിറ്റ് 5000 kg ആണ്. 5000 kgയിൽ തന്നെ 7 ഇഞ്ച് സ്ക്വയർ, ഏകദേശം 300 സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് ഈ 5 ടൺ ഭാരവും വരുന്നത്. ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും 16 കിലോയാണ്. 16 കിലോ വെയിറ്റ് ആണ് ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഒരു സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറിലാണ് ഈ 16 കിലോ വെയിറ്റ് വരുന്നത്. പക്ഷേ ഗ്രാനൈറ്റിന് 50 mm തിക്നെസ് വരുന്ന ഗ്രാനൈറ്റ് 250 MPa ആണ്. അതായത് ഒരു MPa എന്ന് പറഞ്ഞാൽ 10 kg ആണ്. 250 MPa എന്ന് പറഞ്ഞാൽ 2550 കിലോ ഭാരം ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിന് താങ്ങാനുള്ള ശേഷി 50 mm ബാംഗ്ലൂർ സ്റ്റോണിനുണ്ട്. പക്ഷേ പ്രോപ്പർ കോമ്പാക്ട് ചെയ്ത ഭൂമിയും പ്രോപ്പർ 2 ഇഞ്ച് കനത്തിൽ മെറ്റൽ വിരിച്ചും കൃത്യമായി പാക്ക് ചെയ്ത് എയർ ഗ്യാപ്പ് ഇല്ലാതെ വേണം കല്ല് വിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യുന്നവർ പൂർണ്ണമായും കൃത്യമായി കോമ്പാക്ട് ചെയ്ത ഭൂമിയല്ലേ എന്നുള്ളതും
കൃത്യമായി 2 ഇഞ്ച് മെറ്റൽ വീണിട്ടില്ലേ എന്നുള്ളതും കൃത്യമായി പാക്ക് ചെയ്തല്ലേ കല്ല് വിരിക്കുന്നതെന്നും ഉറപ്പുവരുത്തണം.